ലവ് ജിഹാദ് ഇല്ല, അത്തരത്തിൽ മതം മാറ്റൽ നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാധ്യമ പ്രവർത്തകരായ കുറെ ആങ്കർമാർ കുറച്ച് നാളുകൾക്ക് മുൻപ് PC ജോർജ് എന്തോ പറഞ്ഞെന്ന് കരുതി ഇരുന്ന് തൊണ്ടയിൽ വെള്ളമില്ലാതെ കിടന്ന് വാദിക്കുന്നത് കണ്ടു. അങ്ങനെ ഒരു കേസില്ല, അത്തരത്തിലുള്ള ഒരു സംഭവങ്ങളെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന സ്ഥലത്ത് 23കാരി മതം മാറാത്തതിന്റെ പേരിൽ അനുഭവിച്ച കൊടും ക്രൂരതകൾ, പീഡനങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. ആ പെൺകുട്ടി മരിക്കുന്നതിന് മുൻപ് വരെ മതം മാറാനായി അവളെ പ്രണയിച്ച യുവാവിന്റെ വീട്ടുകാരും അവളോട് ചെയ്ത ക്രൂരതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്നിട്ടും ഇരുന്ന് ഇനിയും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പറയും, ചില കുരു പൊട്ടിക്കിടക്കുന്ന ചില പരുത്തിക്കുരുമാർ വീണ്ടും പറയും ലവ് ജിഹാദ് ഇല്ല, അങ്ങനെ ഒരു വാക്കേ ഇല്ല, അങ്ങനെ ഒരു വാക്കില്ലായിരിക്കും, പക്ഷേ മതം മാറ്റമുണ്ട്. അതേത് മതത്തിൽ നിന്നായാലും മതം മാറ്റം, നിർബന്ധിത മതം മാറ്റം അത് കുറ്റം തന്നെയാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം തന്നെയാണ്. സംഭവം നടന്നിരിക്കുന്നത് കോതമംഗലത്താണ്. കോതമംഗലം സ്വദേശിനി സോന എൽദോസ് ജീവനൊടുക്കിയിരിക്കുകയാണ്. ജീവനൊടുക്കിയ സംഭവത്തിലാണ് ഈ പെൺകുട്ടി പ്രണയിച്ച യുവാവിനെതിരെ ഇപ്പോൾ വലിയ ഗുരുതരമായ ആരോപണം ഉയരുന്നത്. ശനിയാഴ്ചയാണ് പെൺകുട്ടി ജീവനൊടുക്കിയത്. പറവൂർ സ്വദേശി റമീസും കുടുംബവും കല്യാണത്തിന് മതം മാറണമെന്ന് നിർബന്ധിച്ചുവെന്നും മർദ്ദിച്ചുവെന്നുമാണ് പെൺകുട്ടിയുടെ സഹോദരന്റെ ആരോപണം. വീട്ടിൽ കൊണ്ടുപോയി പൂട്ടിയിട്ട് സോനയെ റമീസും കുടുംബാംഗങ്ങളും മർദ്ദിച്ചുവെന്നും പെൺകുട്ടിയുടെ സഹോദരൻ ആരോപിക്കുന്നുണ്ട്. മതം മാറ്റത്തിന് സമ്മതിച്ച തന്നോട് ക്രൂരത തുടർന്നെന്നും പെൺകുട്ടിയുടെ കുറിപ്പും പുറത്തു വന്നിട്ടുണ്ട്. ചില ചാനലുകൾ ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. കോളേജ് കാലത്തെ അടുപ്പമാണ് സോനയും റമീസും തമ്മിലുള്ള പ്രണയത്തിലേക്ക് മാറിയത്. ഈ പ്രണയമാണ് ദുരന്തത്തിൽ കലാശിച്ചത്. കോളേജ് കാലത്താണ് ഇരുവരും പ്രണയത്തിലായത്. പിന്നീട് വിവാഹമാലോചിച്ച് റമീസിന്റെ വാപ്പയും ഉമ്മയും വീട്ടിൽ വന്നു. കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണമെന്നും ഇല്ലെങ്കിൽ പള്ളിയിൽ നിന്ന് പുറത്താക്കുമെന്നും പറഞ്ഞു. മതം മാറാമെന്ന് സോന അവരോട് പറഞ്ഞു. ഈ സമയം അച്ഛൻ മരിച്ച് 40 ദിവസമേ കഴിഞ്ഞതേയുള്ളൂ. 1 വർഷം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാണ് സോനയുടെ സഹോദരൻ പറയുന്നത്. ഇതിനിടെ റമീസിനെ ഇമ്മോറൽ ട്രാഫിക്കിന് ലോഡ്ജിൽ നിന്ന് പിടിച്ചു. എന്നിട്ടും അവൾ ക്ഷമിച്ചു. ഇനി രജിസ്റ്റർ മാരേജ് ചെയ്യാമെന്ന് അവൾ റമീസിനോട് പറഞ്ഞു. കൂട്ടുകാരിയുടെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി. അവിടെ നിന്ന് റമീസ് സോനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ഉണ്ടായതെന്നും സഹോദരൻ പറഞ്ഞു. വീട്ടിൽ കുടുംബക്കാരും കൂട്ടുകാരും ഉണ്ടായിരുന്നു. സോനയെ റൂമിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു, മാനസികമായും പീഡിപ്പിച്ചു. മതം മാറാൻ പൊന്നാനിയിലേക്ക് പോകാൻ വണ്ടി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. എന്നാൽ അപ്പോൾ മതം മാറാൻ പറ്റില്ലെന്നാണ് സോന പറഞ്ഞത്. നീ മരിക്കണമെന്ന റമീസ് അവളോട് പറഞ്ഞു. മതം മാറാൻ നിർബന്ധിച്ചുവെന്ന് എഴുതി വെച്ചാണ് സോന എൽദോസ് ജീവിതം ഒടുക്കിയത്. സോനയുടെ സഹോദരന്റെ ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പും മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഇവനെ ഒന്നും വെറുതെ വിടാനേ പാടില്ല എന്നുള്ളതാണ്. ഈ സോന എന്ന് പറയുന്ന പെൺകുട്ടി ചെയ്ത കുറ്റം എന്താണ്? റമീസ് എന്ന് പറയുന്ന ഈ പിശാചിനെ പ്രണയിച്ചു എന്നത് മാത്രമാണ്. സത്യത്തിൽ പ്രണയിക്കുമ്പോൾ പെൺകുട്ടികൾ ഒരുപാട് ചിന്തിക്കണം. അതായത് ഈ നമ്മളായി ജീവിക്കാൻ കഴിയുന്ന ജീവിതത്തിലേക്ക് മാത്രമേ നമ്മൾ എടുത്തു ചാടി പ്രണയവുമായി പോകാവൂ. ആദ്യത്തെ, അതായത് റിലേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഇഷ്ടങ്ങൾക്കും നമ്മൾ പറയുന്ന കാര്യങ്ങൾക്കും ഒന്നും കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കാത്ത ഒരാളാണെങ്കിൽ പിന്നെ ജീവിതകാലം മുഴുവൻ അയാളുടെ അടിമയായി നമ്മൾ ജീവിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ആ ബന്ധം അവസാനിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരേണ്ടി വരും. ഇതിലും നല്ലത് തുടക്കത്തിൽ തന്നെ ഇത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഒന്നുകിൽ അതിൽ നിന്ന് ഇറങ്ങി വരിക, അല്ലെങ്കിൽ രണ്ടും കൽപ്പിച്ച് പൊരുതി നിൽക്കാനുള്ള ചങ്കുറപ്പോടെ ചെന്ന് കയറുക എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇപ്പോൾ പല വിവാഹാലോചനകളും പെൺകുട്ടികൾ ഇരട്ടച്ചങ്കുമായാണ് ആ വീട്ടിലേക്ക് കയറി ചെല്ലുന്നത്. ഒന്നുകിൽ നിന്നോടൊപ്പം ഞാൻ ജീവിക്കും, ഇല്ലെങ്കിൽ നിന്നെയും കൊന്ന് ഞാൻ തീരും. ഇതാണ് ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ മനസ്സിലിരിപ്പ്. അങ്ങനെ ഞാൻ മരിച്ചിട്ട് നീ സുഖമായി ജീവിക്കേണ്ട എന്നുള്ള ഒരു നിലപാട് ഇപ്പോഴത്തെ പുതിയ തലമുറ എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ മരിച്ചു കഴിയുമ്പോൾ നഷ്ടം നമ്മുടെ അച്ഛനമ്മമാർക്കാണ്. ഇപ്പം ഈ പെൺകുട്ടിയെ മതം മാറാൻ നിർബന്ധിച്ചു. അച്ഛൻ്റെ മരണം കഴിഞ്ഞ് 40 ദിവസമേ ആയുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞിട്ട് മതം മാറാമെന്ന് പറഞ്ഞു. മാത്രമല്ല ഇയാളെ ലോഡ്ജിൽ നിന്ന് അനാശാസ്യ പ്രവർത്തനത്തിന് പിടിക്കുകയും ചെയ്തു. എന്നിട്ടും ആ പെൺകുട്ടി ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ അവൾക്ക് അയാളോടുള്ള ഒരു സ്നേഹം എത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്. മക്കളെ, ഇവിടെ സ്നേഹമൊന്നും ഒരു പ്രശ്നമേ അല്ല. അതൊക്കെ എന്താ പറയുക, ഇതല്ലെങ്കിൽ ഇതിലും നല്ലതായി നമ്മളെ സ്നേഹിക്കാൻ നമ്മളെ സ്നേഹിക്കാൻ കഴിയുന്നവർ നമുക്കിടയിലേക്ക് വരും.
അത് ഉറപ്പാണ്. ഒരാളിലല്ല നമ്മുടെ ജീവിതം എന്ന് നിങ്ങൾ ആദ്യം ചിന്തിക്കുക. മതം മാറുക, പിന്നെ വീട്ടുകാരെ ഉപേക്ഷിക്കുക, പിന്നെ പഠനം നിർത്തുക, പർദ്ദയിടാൻ, പ്രത്യേകിച്ച് അതാണ് ആലോചിക്കേണ്ടത്. ഇത്തരത്തിലേക്ക് പോകുന്നവരെ കുറിച്ചാണ് പർദ്ദയിടാൻ പറയുക, ഈ കുറിയിടാൻ പറയുക, പള്ളിയിൽ പോകാൻ പറയുക. ഇങ്ങനെയൊക്കെ കർശനമായി പ്രണയത്തിൽ പറയുന്നവരെ നിങ്ങൾ ഒന്നും ആലോചിക്കാതെ അവരെ അപ്പം തന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ നിങ്ങളുടെ വഴിയിലേക്ക് നിങ്ങളുടെ ചിറകൾ ഉപയോഗിച്ച് പറക്കാൻ ശ്രമിക്കുക. കാരണം ഇവർ കൊണ്ടുപോയിട്ട് പിന്നീട് ജീവിതകാലം മുഴുവൻ ഇവർ നമ്മളെ എന്താ പറയുക, കൂട്ടിലിട്ട കിളിയെപ്പോലെ ആയിരിക്കും വളർത്തുന്നത്. എല്ലാ സ്വാതന്ത്ര്യം തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തരുന്നുണ്ട്, എന്നാൽ ഒന്നും തരുന്നില്ല എന്ന് ചോദിച്ചാൽ തരുന്നില്ല. ആ അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതമൊക്കെ ഇല്ലെങ്കിൽ അവസാനം നമ്മൾ വല്ല ആത്മഹത്യയും ചെയ്യേണ്ടി വരും. മതം മാറിയാലും മാറിയില്ലെങ്കിലും സ്നേഹം സത്യമാണ് എങ്കിൽ നമുക്കൊരുമിച്ച് ജീവിക്കാം എന്ന് മാത്രമേ ഒരു പുരുഷനും സ്ത്രീയും വിചാരിക്കൂ. അവിടെ മതത്തിനോ മറ്റ് പണത്തിനോ സാമ്പത്തികത്തിനോ വിദ്യാഭ്യാസത്തിനോ ഇതിനൊന്നിനും ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല നമ്മളുള്ളപ്പോൾ തന്നെ മറ്റ് സ്ത്രീകളുമായി ശാരീരിക ബന്ധം പുലർത്തുന്നവർ സ്ത്രീ ആയാലും പുരുഷനായാലും അവനെ ഒന്നും ജീവിതത്തിൽ ഒരിക്കലും വിശ്വസിക്കാനും കൊള്ളില്ല. ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ അവരുമായി മുന്നോട്ട് പോവുകയും ചെയ്യരുത്. അതായത് നിർബന്ധിത മതം മാറ്റമുണ്ട്, ഒരു സമുദായത്തെ മാത്രം മുൻനിർത്തി പറയുന്നതല്ല, എല്ലാത്തിലും അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് നിങ്ങൾ ഓർക്കുക. സത്യത്തിൽ ഈ പെൺകുട്ടി അനുഭവിച്ച പീഡനങ്ങൾ, ഈ പെൺകുട്ടി അനുഭവിച്ച ക്രൂരതകൾ, ഇതൊക്കെ ഈ നമ്മൾ ഇപ്പോഴത്തെ ഈ പ്രണയമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പെൺകുട്ടികൾ ഇപ്പോഴത്തെ ഈ ഒരു രസം മാത്രമേ ഉള്ളൂ തുടക്കത്തിലുള്ള. പിന്നീട് ജീവിതത്തിലേക്ക് കയറുമ്പോൾ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ എന്താണ് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇതിലോട്ടൊക്കെ എടുത്ത് ചാടാൻ എന്നുള്ളത്. ഈ പൊന്നാനി കൊണ്ടുപോയി മതം മാറിയാലേ ഞാൻ നിനക്ക് സ്വന്തമാകൂ എന്ന് പറയുന്നിടത്ത് അവൻ്റെ ചെപ്പാൻകുട്ടിക്ക് നാലെണ്ണം കൊടുത്തിട്ട് അന്തസ്സായിട്ട് ഇറങ്ങിപ്പോകാനുള്ള ധൈര്യം ഇന്നത്തെ പെൺകുട്ടികൾ കാണിക്കണം. അത് കാണിക്കാത്തത് കൊണ്ടാണ് ഈ സോന എൽദോസ് എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഇത്ര വലിയ ദുരന്തം സംഭവിച്ചത്. നഷ്ടമാർക്കാണ്? അവളുടെ അമ്മയ്ക്കും സഹോദരനും മാത്രമാണ് നഷ്ടം സംഭവിച്ചത്. ഇവന് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. മതം മാറ്റത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവനിപ്പോ അത്യാവശ്യം ഉന്നതങ്ങളിൽ പിടിയുണ്ട് എങ്കിൽ, ഉന്നതങ്ങളിൽ ആരെങ്കിലും ഒക്കെ അറിയാമെങ്കിൽ ഇവന്റെ കേസ് ഒന്നും നിലനിൽക്കാനൊന്നും പോകുന്നില്ല. ഇവനൊക്കെ ചീള് പോലെ നമ്മുടെ മുമ്പിൽ തന്നെ ഇറങ്ങി വന്നും ഇനിയും മറ്റുള്ള പെൺകുട്ടികളെ ചിലപ്പോൾ ഇതുപോലെ പിന്നെ എന്താ പറയുക, പ്രണയിച്ച് വലയിലാക്കുകയോ അല്ലെങ്കിൽ ഇതുപോലെ മതം മാറാൻ നിർബന്ധിക്കുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇവനൊക്കെ തലയിൽ മതം ഭ്രാന്ത് പിടിച്ച് നടക്കുന്നവന്മാരാണ്. ഈ മതഭ്രാന്ത് പിടിച്ചവന്മാരെ നന്നാക്കാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മതം എന്ന് പറയുന്നത് ഇപ്പം മതം വിശ്വസിക്കുന്നവരുണ്ടാകാം, വിശ്വസിക്കാത്തവരും ഉണ്ടാകാം. പക്ഷെ എങ്കിൽ പോലും അത് മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കേണ്ട സാധനമല്ല എന്ന് ഇവന്മാർക്ക് ആർക്കും അറിയില്ല എന്നുള്ള ഈ മതം എന്ന് പറഞ്ഞ് തലയ്ക്ക് ഭ്രാന്തെടുത്ത് നടക്കുന്ന കുറേ നാറികളുണ്ട്. ഇവന്മാരെ ഒന്നും നമ്മൾ എത്ര നന്നാക്കിയാലും നന്നാവില്ല. ഇവന്മാർക്ക് പറയാൻ അറിയാവുന്ന ഒറ്റ കാര്യം, മതം ഞങ്ങളുടെ മതത്തിലേക്ക് വരണം, ഞങ്ങളുടെ മതത്തിലേക്ക് വരണം, ഞങ്ങളുടെ മതത്തിൽ എന്തോ കുഴിച്ചു വെച്ചിരുന്ന എടുത്തോണ്ട് പോകുന്നത് പോലെയാണ്. ഒന്നുമില്ല. നമ്മളെ നമ്മളായി ജീവിക്കാൻ അനുവദിക്കുന്ന, നമ്മളെ നമ്മളായി മനസ്സിലാക്കാൻ അനുവദിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ സ്വാതന്ത്ര്യവും നമുക്ക് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഇടങ്ങളാണ് നമുക്ക് ഏറ്റവും നല്ലത്. നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനും സന്തോഷത്തോടെ സമാധാനത്തോടെയും ജീവിക്കാനും കഴിയുന്ന, അല്ലാത്ത ഇടങ്ങളൊന്നും നമുക്കുള്ളതല്ല എന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയുക.